ദാണ്ട മക്കളെ, കുറച്ച് പേരുടെ ഓർഡർ പ്രകാരം കുറച്ച് അച്ചാറുണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ നമ്മൾ ഒരു 8 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 8 കിലോ ബീഫ് ഒരുമിച്ചങ്ങ് കുഴക്കുക പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് കുഴക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരല്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചെയ്ത് ഇതേ പാത്രത്തിലിട്ട് അതിൻ്റെ പുറത്തേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒപ്പം ഉപ്പും ചേർത്ത് നമ്മളതൊന്ന് മിക്സ് ചെയ്തു. ആ മിക്സ് ചെയ്തതിലേക്ക് ശേഷം നമ്മൾ നമ്മുടെ ഇറച്ചി ഘട്ടം ഘട്ടമായിട്ട്, കാരണം ഒറ്റയടിക്ക് നമുക്കത് കുഴക്കാൻ സാധിക്കില്ല, ഏകദേശം ഒരു 2 കിലോയൊക്കെ വെച്ച് നമ്മൾ അതിനകത്തൊക്കെ ചേർത്ത് നമ്മളതിൻ്റെ അരപ്പ് മസാലക്കൂട്ട് നമ്മളതിൽ പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മൾ മസാലക്കൂട്ട് നമ്മൾ ഓരോ ഇറച്ചിയോടും നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇറച്ചിയിൽ വെള്ളപ്പാടുകൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് നെയ്മയമാണ്. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 8 കിലോ ഇറച്ചിയിൽ ഇപ്പം നമ്മളിന്ന് ഈ പ്രാവശ്യം വാങ്ങിച്ചതിൽ ഒരല്പം നെയ്മയം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ഇറച്ചിനെ നമ്മൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് നമ്മൾ ഒന്ന് വലിപ്പിച്ചെടുത്തതിന് ശേഷം ആ ഇറച്ചി ഒന്ന് സെറ്റായതിന് ശേഷം നമ്മളത് വറുത്ത് കോരുവാണ്. അതിന് മുമ്പ് നമ്മൾ നേരെ ചെയ്യേണ്ടത് ഒരു കുക്കറിൽ അത് വേവിച്ചെടുക്കുക. അങ്ങനെ കുക്കറിൽ വേവിച്ചെടുത്ത് അതിലെ ഇറച്ചിയുടെ രൂപമാണ് നിങ്ങൾ കാണുന്നത്. കുക്കറിൽ നമ്മൾ വേവിച്ച് 3-4 വട്ടമായിട്ട് വേവിച്ചതിന് ശേഷം ആ ഇറച്ചിയിലുള്ള നെയ്മയവും മോശമായിട്ടുള്ള പാടകൾ മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നീക്കിയതിന് ശേഷമാണ് നമ്മൾ അച്ചാറിടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ അച്ചാറിടുമ്പോൾ, പ്രത്യേകിച്ച് ഇറച്ചി അച്ചാറാകുമ്പോൾ അത് ഒരു 6 മാസം 7 മാസം വരെയൊക്കെ ഇരുത്തി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തുള്ള മോശമായിട്ടുള്ള സാധനങ്ങൾ മാക്സിമം നമ്മൾ കളയേണ്ടത് നമ്മുടെ കടമയായതുകൊണ്ട് നമ്മളിതിൽ നിന്ന് മാറ്റിയെടുത്ത നെയ്യാണിത്. ഇത്രയും നെയ്യാണ്, ഏകദേശം ഒരു 300-400 ഗ്രാമോളം നെയ്യ് തന്നെയുണ്ട്. നമ്മളിത് എണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ വറുത്ത് കോരാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നേരെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ഇറച്ചി ഇതിലേക്ക് വറുത്ത് കോരുന്നു. അങ്ങനെ നമ്മൾ വറുത്ത് കോരിയ ഇറച്ചി നമ്മൾ എത്രമാത്രം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വറുത്ത് കോരിയ ഇറച്ചി നമ്മൾ അച്ചാറിന് പാകമാക്കുമ്പോൾ നമ്മൾക്ക് ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയൊരൽപ്പം ഇടുന്നതിൽ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നതിൽ ഞാൻ മടി കാണിക്കില്ല. കാരണം നമ്മൾ ഈ വറുത്ത് കോരുന്ന എണ്ണയും ഇതിൽ നിന്ന് തന്നെയാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഒരല്പം നെയ്മയം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എപ്പോഴും അച്ചാറ് കഴിക്കുന്നവരുണ്ട്, സ്ഥിരമായിട്ട് അച്ചാറ് കഴിക്കുന്നവരുണ്ട്. ഇവിടെ ആകുമ്പോൾ പിന്നെ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരും അത്യാവശ്യം എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി അച്ചാറ് കൂട്ടിയൊക്കെ ചോറ് തിന്നുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇച്ചിരി തോനെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം നമ്മൾ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് കോരിയ എണ്ണയിൽ നമ്മളൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുന്നു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം ഉപ്പും ഇട്ടത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരെ കൊണ്ടുവന്ന് പൊടികളാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പൊടികൾ ചേർത്തിരുന്നു. എന്നാലും ഒരു 6 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരല്പം ഗരം മസാലയും ചേർത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം അതെല്ലാം ഒന്ന് പാകത്തിലായതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അച്ചാറിനായിട്ട് വറുത്ത് കോരിയിരിക്കുന്ന ഇറച്ചിയും കൂടി നമ്മൾ അതിനകത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പ്രോസസ്സിങ് ഏകദേശം പൂർത്തിയായി. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഇറച്ചി നമ്മൾ എല്ലായിടത്തും അരപ്പെത്തുന്ന രീതിയിലും ആ ഇറച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇളക്കി അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളതിലേക്ക് ഒരു ലിറ്റർ വിനാഗിരി കൂടി ഒഴിച്ച് നമ്മളതൊന്ന് പാകപ്പെടുത്തിയെടുക്കുകയാണ്. ആ വിനാഗിരി ഒഴിച്ച് ഏകദേശം ഒരു 5-10 മിനിറ്റ് അതിൽ കിടന്ന് നീറി വേകുമ്പോൾ നമ്മുടെ അച്ചാർ റെഡിയാകുന്നു. അങ്ങനെ നമ്മൾ അച്ചാറൊന്ന് ഇടക്കിടക്കൊക്കെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മളത് ഏകദേശം അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഓരോ 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ച് നമ്മൾ ആ അച്ചാറൊന്ന് എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ അച്ചാർ നല്ല പാകത്തിലായി. 2-ാം ദിനമോ 3-ാം ദിനമോ അച്ചാർ രുചിച്ച് നോക്കിയാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവലാണ് മക്കളെ. അപ്പം നമ്മൾ അച്ചാർ നമ്മുടെ നേരെ കുപ്പിയിലേക്ക് മാറ്റുന്ന പ്രോസസ്സിങ്ങിലേക്ക് അടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റി വെച്ച് വലിയ
കുപ്പിയിലേക്ക് നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ ഉണ്ടാക്കിയ 8 കിലോ അല്ലെങ്കിൽ ഇതിൽ നമ്മൾക്ക് മിച്ചം വന്ന അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഇറച്ചി പീസുകളാണത് നമ്മളതിൽ നിന്ന് മാറ്റണം. ഏകദേശം ഒരു 1.5 കിലോയിൽ കൂടുതലധികം നമുക്ക് മോശമായ ഇറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അച്ചാർ നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഏകദേശം 8 കിലോ അച്ചാറുണ്ടാക്കാൻ ശ്രമിച്ച് നമുക്ക് ഏകദേശം ഒരു 5 കിലോ അച്ചാറേ നമുക്ക് വിൽക്കാൻ പാകത്തിൽ നമുക്ക് കിട്ടിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തീർച്ചയായിട്ടും അച്ചാർ വേണ്ടവർക്ക് നേരിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂട്ടുകാർ വഴി ചോദിക്കാം. അപ്പം അച്ചാർ റെഡി. വളരെയേറെ ടേസ്റ്റിയും ആരോഗ്യദായകവും വയറിന് ഒരു ദോഷമില്ലാത്ത അച്ചാറുകൾ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വീണ്ടും കാണാം. ഓക്കെ.